ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ബില്ല് തിങ്കളാഴ്ച ലോക്സഭയിൽ അവതരിപ്പിക്കും. ഭരണഘടനയുടെ 129 ഭേദഗതിയായാണ് ബില്ല് അവതരിപ്പിക്കുക. ഭേദഗതികളും കൂട്ടിച്ചേർക്കലുമായി 18 മാറ്റങ്ങളാണ് ബില്ലിൽ നിർദ്ദേശിച്ചിരിക്കുന്നത്. ബില്ലിന്റെ കരട് എംപിമാർക്ക് വിതരണം ചെയ്തു. ശരത് ലാലുണ്ട്. ശരത്ത്, വിവരങ്ങൾ. അതിനായി ബില്ല് തിങ്കളാഴ്ചയാണ് ലോക്സഭയിൽ അവതരിപ്പിക്കുന്നത്. സ്വാഭാവികമായിട്ട് ബില്ല് അവതരിപ്പിക്കുമെന്ന വാർത്ത പുറത്തു വന്നപ്പോൾ തന്നെ പ്രതിപക്ഷ നേതാക്കൾ വളരെ ശക്തമായി ഇതിന് ബില്ല് അവതരണത്തെ എതിർക്കുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. കാരണം കോൺഗ്രസും അതേപോലെ DMKയും അതേപോലെ തൃണമൂലും ഈ ബില്ലിനെതിരെ എതിർക്കുമെന്ന് ഇന്ന് തന്നെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഏതായാലും ബില്ല് അവതരിക്കുന്ന തിങ്കളാഴ്ച പാർലമെന്റ് സമ്മേളനം ജ്യോതിയോത്തര വേളക്ക് തുടക്കുകയാണ്. പാർലമെന്റ് സമ്മേളനത്തിൽ തുടക്കത്തിൽ 11 മണിയോടുകൂടിയാണ് ബില്ല് അവതരിപ്പിക്കാൻ ഇപ്പോൾ സർക്കാർ പ്ലാൻ ചെയ്യുന്നത്. ഏതായാലും ബില്ല് അവതരിപ്പിക്കുമ്പോൾ ബില്ലിലെ പ്രധാന ഘടകങ്ങൾ 1934 മുതൽ നടപ്പിലാക്കുന്ന രീതിയിലാണ് ബില്ല് വ്യവസ്ഥ ചെയ്തത് എന്നാണ് നമുക്കിപ്പോൾ അറിയാൻ കഴിയുന്നത്. 2039 മുതൽ ബില്ല് നടപ്പിൽ വരും. അതുവരെ ഇത് സംബന്ധിച്ച ചർച്ചകളും കാര്യങ്ങളും നടപ്പിലാക്കും എന്ന് തന്നെയാണ് ഇപ്പോൾ ലഭിക്കുന്നത്. 2034 ഈ ബില്ല് നടപ്പാക്കണമെങ്കിൽ അല്ലെങ്കിൽ ഒരു തെരഞ്ഞെടുപ്പ് നടപ്പാക്കണമെങ്കിൽ അതിന് മുമ്പത്തെ നിരവധി ഘട്ടങ്ങൾ കടന്നു പോകണ്ട്. ആദ്യം ലോക്സഭ പാസ്സാക്കണം, നിയമസഭ പാസ്സാക്കണം. ഇത് രണ്ടും പാസ്സായി കഴിഞ്ഞ 3-2 ഭൂരിപക്ഷത്തോടെ പാസ്സാക്കണം. പാസ്സാക്കിയ ശേഷം രാഷ്ട്രപതി അത് സംബന്ധിച്ച വിജ്ഞാപനം പുറപ്പെടുവിക്കണം. കാലാവധി 5 വർഷം എന്നുള്ളത് നിലവിലുള്ള നിയമസഭയുടെയും ലോക്സഭയുടെയും കാലാവധി 5 വർഷം എന്നുള്ളത് മാറ്റി 5 വർഷം എന്നുള്ളത് മാറ്റി പുനർനിർണയിക്കേണ്ടി വരും. കാരണം ഒരു നിയമസഭ അല്ലെങ്കിൽ ഒരു സർക്കാർ പകുതി വെച്ച് വീണ് കഴിഞ്ഞാൽ ബാക്കിയുള്ള കാലങ്ങൾ മാത്രമേ അടുത്തു വരുന്ന സർക്കാരിന് ഭരിക്കാൻ കഴിയൂ എന്ന നിലയിലേക്ക് മാറ്റങ്ങൾ ഇതിലുണ്ട്. ഇതുപോലെ തന്നെ വനിതാ പ്രാതിനിധ്യം സംവരണം ഇതിൽ ഉൾപ്പെടും. ഇതൊക്കെ കൂടിയിട്ടുള്ള ഒരു സമഗ്രമായ കരട് ബില്ലാണ് ഇന്നലെ എംപിമാർക്ക് നൽകിയിരിക്കുന്നത്. ആതിര. ശരി, ശരത് ലാലാണ് വിശദാംശങ്ങൾ നൽകിയത് ഡൽഹിയിൽ നിന്ന്.